ആഗസ്റ്റ് മാസം ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷം ഉരുണ്ടുകൂടുന്നു. അത് എല്ലാം ഇന്ത്യയുമായി കണക്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ യാദൃശ്ചികമാണ് എങ്കിൽ പോലും അങ്ങനെയാണ് കാണുന്നത്. അതായത് ഇറാൻ ഇസ്രായേൽ സംഘർഷം ആയാലും ഒപ്പം തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങളായാലും മ്യാൻമാറിൽ നടക്കുന്ന കാര്യങ്ങളായാലും ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഈ സംഘർഷങ്ങളായാലും ഒക്കെ തന്നെ അത് ഇന്ത്യയുമായി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങുന്നില്ല. വളരെ പ്ലാനോടുകൂടി ഇന്ത്യയെ പൊട്ടിക്കെട്ടുവാനായിട്ടും നരേന്ദ്രമോദിയെ തകർക്കുവാനായിട്ട് പ്ലാൻ ചെയ്ത ഒരു വലിയ പദ്ധതിയുടെ പരിണത ഫലങ്ങളാണ് ഇപ്പോൾ പലയിടത്തും കാണാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ കാണാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൊട്ട് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുവാനായിട്ട് സോറോസസ് ഉൾപ്പെടെയുള്ള വമ്പന്മാർ കളത്തിലിറങ്ങുകയും ചൈന ഉൾപ്പെടെയുള്ളവർ ഈ സോറോസസിന് ഫണ്ട് നൽകുകയും ചെയ്ത വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശ് എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയെ ബംഗ്ലാദേശ് ഈ അടുത്ത സമയത്ത് നിരോധിച്ചിരുന്നു. ആ സംഘടനയാണ് കാലങ്ങളായി ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടന. ആ സംഘടന അടക്കം ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും പ്രവർത്തിക്കുന്ന അനവധി സംഘടനകൾ പ്രവർത്തിച്ച് വരികയായിരുന്നു. അതിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടായിരുന്നു മണിപ്പൂർ കലാപം. മണിപ്പൂർ കലാപത്തിൻ്റെ വേരുകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് മ്യാൻമാറിൽ നിന്ന് കുടിയേറിയവരാണ്. അവർ ഉപയോഗിച്ച പല വെപ്പൺസും ചൈനയുടേതായിരുന്നു. ഒപ്പം തന്നെ കർഷക സമരം, അതിൻ്റെ പിന്നിൽ ഖാലിസ്ഥാൻ ആണ് എന്നുള്ള ഒരു വലിയ ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെ അഗ്നിവീർ പദ്ധതിക്കെതിരെ ഒരു സമരം. അതായത് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നതിന് സമാനമായി ചില ട്രയലുകൾ ഇന്ത്യയിൽ നടക്കുകയുണ്ട്, ടെസ്റ്റ് ഡോസുകൾ. പക്ഷേ ആ ടെസ്റ്റ് ഡോസുകൾ വേണ്ട രീതിയിൽ മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം അതിനെ ഒതുക്കുന്നതിൽ മോദി വിജയിക്കുകയും ചെയ്തു. അതാണ് ഒരു വലിയ രീതിയിൽ മോദിയോടുള്ള ഒരു വലിയ ദേഷ്യം. കാരണം അത് ഒരുപക്ഷെ മറ്റേതെങ്കിലും സർക്കാരായിരുന്നെങ്കിൽ, ഒരു ദുർബലമായ ഒരു സർക്കാരായിരുന്നെങ്കിൽ, ദുർബലമായ ഒരു ഭരണാധികാരി ആയിരുന്നെങ്കിൽ ഇത്തരം സമരങ്ങൾ, പൗരത്വ ഭേദഗതി അടക്കമുള്ള സമരങ്ങൾ, 370 എടുത്തു കളഞ്ഞതിനെതിരെയുള്ള സമരങ്ങളൊക്കെ വലിയ രീതിയിൽ കത്തി ജ്വലിച്ചത്. പക്ഷേ ഇപ്പോൾ അവയെല്ലാം മാളത്തിൽ നിന്ന് പുറത്തു ചാടി വർദ്ധിത വീര്യത്തോടെ തിരിച്ചടിക്കുന്നില്ലെങ്കിൽ അവർ വലിയ രീതിയിൽ പണി നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ, ജമ്മു അതിർത്തിയിൽ, അതായത് കാശ്മീരിൻ്റെ അതിർത്തിക്കപ്പുറം പാക് അധിനിവേശ കാശ്മീരിൽ അടക്കം 500-ലധികം വിദേശ ഭീകരർ തമ്പടിച്ചിരിക്കുന്നത്, ഇപ്പോൾ നടക്കുന്ന ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ, ബംഗ്ലാദേശിൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ മറിച്ചുവിട്ടുകൊണ്ട് അധികാരത്തിൽ വന്നിരിക്കുന്ന ഈ ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശി എന്ന് പറയുന്ന ചൈനീസ് ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മതമൗലികവാദ സംഘടന. അവരുടെ എക്കാലത്തെയും പ്രധാന അജണ്ട ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഹിന്ദുവിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരൊറ്റ അജണ്ടയിൽ മുൻപോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ അധികാരം കൈയാളുന്നത്. നമുക്കറിയാം, ഇന്ത്യക്കെതിരെ ചുറ്റോട് ചുറ്റും 4 ഭാഗവും വളഞ്ഞു നിന്നിട്ടാണ് കഴിഞ്ഞ കുറേ കാലമായി ചൈന ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാലി ഒരു ഉദാഹരണം, ശ്രീലങ്ക, മ്യാൻമാർ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അങ്ങനെ ഒരു വലിയ നീണ്ട നിര തന്നെയാണ് ഇന്ത്യക്കെതിരെ ആയുധമാക്കി ചൈന ഉപയോഗിക്കുന്നത്. ഈ ശ്രീലങ്കയിൽ പിടിമുറുക്കി അവരുടെ തുറമുഖം ഉൾപ്പെടെ കൈക്കലാക്കിയിരുന്നു. മാലിയെ വരിഞ്ഞ് മുറുക്കിയിരുന്നു. പാകിസ്ഥാൻ പണ്ടേ നമ്മളുമായിട്ട് ശത്രുതയിലുള്ള ഒരു രാജ്യമാണ്. മ്യാൻമാർ വലിയ കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ആ കലാപത്തിൽപ്പെട്ട അനവധി പേരാണ് കുടിയേറ്റക്കാരായി എത്തിയത്. മണിപ്പൂരിൽ 5 വർഷം മുമ്പ് എത്തിയവർ അനവധി ഗ്രാമങ്ങൾ തന്നെ സ്ഥാപിച്ച് കുടിയേറ്റക്കാരായി. അവർ തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ പിന്നിലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെ അനവധി പ്രശ്നങ്ങൾ ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനെല്ലാം നരേന്ദ്രമോദി അതിജീവിച്ചു എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യമായി തന്നെ പറയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞില്ല. ഒറ്റയ്ക്കൊരു മെജോറിറ്റിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ പൂർണ്ണമായി നിലംപരിശാക്കുന്നതിൽ ഈ ശക്തികൾ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ആ ശക്തികൾ പ്ലാൻ ചെയ്ത ഇടങ്ങളിൽ തന്നെ ആ ശക്തികൾ നശിക്കുന്ന കാഴ്ച നാം കാണാൻ കഴിഞ്ഞു. ഈ അടുത്ത സമയത്ത് മോദിയോട് ശത്രുത വർദ്ധിക്കാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ഇറാൻ്റെ ചബാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് 10 വർഷത്തേക്ക് ഇറാൻ ഭരണകൂടം ഇന്ത്യയാണ് ഏൽപ്പിച്ചത്. മ്യാൻമാറിലെ ഏറ്റവും വലിയ പോർട്ടിൻ്റെ നടത്തിപ്പ് ഈ അടുത്ത കാലത്ത് ഇന്ത്യയെ ഏൽപ്പിച്ചിരുന്നു. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പോർട്ടിൻ്റെ നടത്തിപ്പും ഇന്ത്യയെ ഏൽപ്പിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയാകുന്നതും അവർ രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നതും. അതായത് ഈ 3 തുറമുഖങ്ങളുടെ നടത്തിപ്പ് ചുമതല കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെ ചൈനയുടെ സമുദ്രാധിപത്യത്തെ തകർക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കഴിയും എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം. ഈ ഒരു സാഹചര്യത്തിലാണ് ചുറ്റോട് ചുറ്റു നിന്ന് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ തകർക്കാനായി ഇറങ്ങി പുറപ്പെട്ടവർ അവർ തന്നെ കുഴിച്ച കുഴികളിൽ വീഴുന്നു. പക്ഷേ അതിൽ നമുക്ക് ആശ്വസിക്കാൻ വലിയ വകയൊന്നും കാണുന്നില്ല. കാരണം ഈ ഓഗസ്റ്റ് മാസം ഇന്ത്യയെ സംബന്ധിച്ച്, നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുന്നു. ഇവിടെ നാം ഒരു മൗനത്തിലാണ്. കാരണം നമുക്കൊരു ക്ലിയർ സ്റ്റാൻഡിലേക്ക് പോകാൻ കഴിയില്ല. കാരണം ഇസ്രായേൽ നമ്മളുടെ എല്ലാ കാലത്തും സുഹൃത്താണ്.
എല്ലാ രീതിയിലുമുള്ള സഖ്യം നമുക്ക് അവരുമായിട്ടുണ്ട്. ഇറാനും നമ്മുടെ ഒരു സുഹൃത്താണ്. ഇപ്പോൾ ഇറാൻ നടക്കുന്ന ഈ കൺസ്ട്രക്ഷൻ്റെ ബഹുഭൂരിപക്ഷം നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ തന്നെയാണ് നടത്തുന്നത്. ആ ഒരു വിഷയം അങ്ങനെ നിൽക്കുന്നു. മറുഭാഗത്ത് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ നിന്നും ഇന്ത്യക്ക് പിന്മാറാനോ ഒളിച്ചോടാനോ കഴിയില്ല. കാരണം ആ ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ ഇന്ത്യ വളരെ ശ്രദ്ധാപൂർവം നീങ്ങിയേ മതിയാകും. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാരണം നമ്മൾ കൂടി സഹായിച്ചുണ്ടായ ഒരു രാജ്യമാണ്. അവിടെ ചൈനയുടെ ഭാഗത്തേക്കാണ് ആ രാജ്യം പോകുന്നതെങ്കിൽ നമുക്ക് ചുറ്റോട് ചുറ്റും ശത്രുക്കളുടെ എണ്ണം കൂടും. അങ്ങനെ പോകാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വാർത്ത ബംഗ്ലാദേശ് സൈന്യവുമായി ഇന്ത്യൻ സർക്കാർ ബന്ധപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. ഒരുപക്ഷെ ഈ തിരക്കുകൾക്കിടയിൽ അതിർത്തിക്ക് അപ്പുറം കടന്ന് ജമ്മു കാശ്മീരിൻ്റെ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന ഭീകരരെ വകവരുത്താനും ഇന്ത്യ മടിക്കില്ല. അതുകൊണ്ട് തന്നെ നിർണായകമാണ് ഓഗസ്റ്റ്. കാരണം ഇസ്രായേൽ ഇറാൻ സംഘർഷം, ആ സംഘർഷത്തിൽ ഉണ്ടാകുന്ന ട്രേഡിങ്ങുകളുടെ കുറവുകൾ അതൊരു വലിയ തലവേദന ഇന്ത്യക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കും നേരിടേണ്ടി വരും. മറ്റൊന്ന് ഈ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഈ ഭരണമാറ്റം അത് ഇന്ത്യയെ ബാധിക്കുന്നത്. അങ്ങനെ ഓഗസ്റ്റ് മാസത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എടുക്കേണ്ടി വരും. ആ ഒരു തീരുമാനങ്ങളിൽ അദ്ദേഹം വീണ്ടും റീലോഡഡ് ആകുകയും പഴയ പ്രതാപത്തോടെ തലയെടുപ്പോടെ തിരിച്ചു വരുമെന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടികളും അനുഭാവികളുമൊക്കെ കരുതും. ഇത് തന്നെയാണ് ന്യൂസ്. ഞാൻ വളരെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.